സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വെടിച്ചില്ല് ബീഫ് കറി വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഒരു 1.5 കിലോ ബീഫാണിത്. അതിലേക്ക് മീഡിയം സൈസ് സവോള ഒരു 4 എണ്ണം, ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, അതിന് അളവൊന്നുമില്ല, ഒരു നല്ല കഷണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അത് രണ്ടായിട്ട് പിളർന്നിട്ടേ ഉള്ളൂ, അതുപോലെ രണ്ടായിട്ട് പിളർന്ന് 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പെരുംജീരകം, കുരുമുളക്, തക്കോലം. ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ബീഫിലേക്ക് ഇട്ടതിന് ശേഷം 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾ എന്നിവ അതിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് മീറ്റ് മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, അതുപോലെ 1 പിഞ്ച് കസൂരി മേത്തി, അത് ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം ഇടുക. ഇതിലേക്ക് 2 തക്കാളി കൂടി മുറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് തിരുമി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉരുളിയിലൊക്കെ തുറന്ന് തന്നെ വെച്ച് ചെറുതായിട്ട് തീയുടെ മേളിൽ വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. കുറേ സമയമെടുക്കും. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് 2 വിസിൽ കുക്കറിൽ അടിക്കാൻ പോവുകയാണ്. ഏകദേശം ഇതുപോലെ വേണം മിക്സ് ചെയ്ത് വെക്കാൻ. നല്ല ഇറച്ചിയും ഇതിൻ്റെ മസാലകളും നമ്മൾ അരിഞ്ഞിട്ട സാധനങ്ങളും എല്ലാം ഇതിനകത്തൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി 2 വിസിൽ കുക്കറിൽ വെച്ച് അടിക്കുക. എന്നിട്ട് കുക്കർ അങ്ങോട്ട് തുറന്നാലോ. സംഭവങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കട്ടിയുള്ള നല്ലൊരു അടിപൊളി പാത്രം എടുത്ത് അങ്ങോട്ട് വെക്കുക. തീ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി ഒന്നുമേ ആവശ്യമില്ല. ഈ പാത്രം ഒന്ന് മാറ്റി ചെറിയ തീയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് സൈസാക്കി എടുക്കുന്നു, അത്രമാത്രം. കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ആസ്വദിച്ച് കഴിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവറക്കണ്ട, പിന്നെ ഉള്ളി വഴറ്റണ്ട, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് കുക്കറിൽ 2 വിസിലടിച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റി ചെറിയ തീയിൽ ഒന്നുകൂടെ സീസ് ചെയ്ത് എടുക്കുക. അടിപൊളി ബീഫ് കറി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. മാത്രമല്ല ഇതേ മസാലയിൽ ഇതേ രീതിയിൽ ബീഫ്, നാടൻ കോഴി, മട്ടൻ, പന്നി എന്നീ ഇറച്ചികളും ഇതേ മസാലയിൽ വേവിച്ചെടുക്കാം. അടിപൊളി റെസിപ്പിയാണ്. തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്നൊരു ബീഫ് കറി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അടിപൊളി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.